അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പുതിയാപ്പിളക്ക് മട്ടൻ ബിരിയാണി തിന്നാൻ പോയി. മഞ്ഞളും ഉപ്പും മല്ലിപ്പൊടിയും എല്ലാം പാടിട്ട് കൂട്ടി കളമ്പ് കേട്ടോ. കുക്കറിൽ കുറച്ച് വെള്ളം പാടെ വെച്ചിട്ട് 2-5 കൂക്ക് കൂക്കി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഉള്ളി വെട്ടുന്നുണ്ട്. അടുപ്പിൽ നല്ല തീ പകച്ച് ചട്ടി അരി പിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ പരിപാടി കേട്ടോ. ഫയർ കുറച്ച് മൂട്ടിൽ തേക്കണത്. നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലായി നെയ്യ് തേക്കുന്നത് കത്തണ പോലെയല്ല ഇത്. പിന്നെ നമ്മൾ ഉള്ളി ഇട്ടിട്ട് ഇളക്കാം കേട്ടോ. ഉള്ളി നല്ല വാടി വരണം. പച്ചമുളക് നമ്മൾ കീറാണ്ട് ഇങ്ങനെ വലിയ ഇതാക്കിയിട്ട് ഇട്ടൊക്കെ നല്ല അതിൻ്റെ ഫ്ലേവർ ആ ചോർക്ക് നല്ല മൂട്ടി പിടിക്കുള്ളൂ. ഇത് കാണുമ്പോൾ നമ്മൾ വാഫറുകൾ പോലെ വ്യഞ്ജനങ്ങൾ ഇങ്ങനെ പാറിയിടുക. ആവശ്യത്തിന് ഓയിലും പീച്ചി വാട്ടി ഇളക്കുക. നമ്മൾ അരച്ചപ്പോൾ സോഫ്റ്റായി വെന്തിക്കുന്നുണ്ട്. ഉള്ളി ഇവിടെ ബ്രൗൺ കളറായിട്ട് തിളപ്പ് കണ്ടില്ല. ചൊക്കച്ചൊക്കുന്ന തക്കാളി കുനുകുനായിരുന്ന മല്ലി ഇതൊക്കെ വെതറിയിടുക. പിന്നെ നമ്മുടെ അളപ്പം അങ്ങനെ ഇളക്കണം. സോഫ്റ്റ് ആയിട്ട് ഉടയാത്തതൊക്കെ കുത്തി ചതഞ്ഞുടക്കണം. നമ്മളെ വെന്തരച്ചൊക്കെ കൊട്ടിക്കൊണ്ടിട്ടാ വരണ്ടിയിടണം. നല്ല വരണ്ടിയിടുന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. നമ്മൾ പുളിക്ക് വേണ്ടിയിട്ടുള്ള തൈര് നല്ല പീച്ച് വയ്ക്കുക. കലകല കല്ലുപ്പ് ബിരിയാണി മസാലയും ഗരം മസാലയും കുറച്ച് തോനെ കുരുമുളക് പൊടിപാട് വെതറിയാണ്. പിന്നെ നമ്മൾ ഇളക്കി വിട്ടിട്ട് ഒരു കളിയില്ല. ഇളക്കിലോട്ടത്താണ് പിന്നെ നമ്മൾ നാരങ്ങനീര് ഒഴിക്കണം കേട്ടോ. നാരങ്ങനീര് ഒഴിക്കുമ്പോൾ കുരുപെടാതെ ഒഴിക്കണം. അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചിട്ടാണ് നിൽക്കുക. ബിരിയാണി തിളക്കണ തിളപ്പ് കണ്ടില്ലേ. മൂടിയൊക്കെ മതി കണ്ടത്. നമ്മളെ മസാല പാകമായിട്ട് മാങ്ങി വെച്ചേക്കണം കേട്ടാ. മതി കണ്ടത്. നമ്മൾ ചോറ്റും കൊടുക്ക ഇവിടെ വെച്ചേക്കണം കേട്ടോ. അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി നന്നായിട്ട് ക്ലിമ്പി വെക്കണം. വല്ലാണ്ട് ക്ലിമ്പി അരി ഒട്ടും ചെയ്യട്ടോ. അപ്പം നോക്കിയിട്ട് വേണം. എന്നിട്ട് പിന്നെ നമ്മൾ ചോറ്റ് വീടാണ് തിളച്ച് കുലുക്കി വെക്കണം. അരിട്ട് ഇളക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അടി പിടിച്ചിട്ട് അപ്പോൾ ഫുള്ള് കയ്യിൽ പോകും. ഞാൻ ചോറ് വെന്തത് ഊറ്റിയിടണം. ഇങ്ങനെ പരത്തിയിടണം. ഓരോ സെറ്റ് ഇടുമ്പോഴും മസാല ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വെതറിയിടണം കേട്ടോ. ഗരം മസാല ഞാൻ നമ്മളെ ചോറിന് നല്ല ഫ്ലേവർ വരും. തിന്നണ വീട്ടിലൊക്കെ പിന്നെയും വരുന്നു. അപ്പോൾ ഒക്കെ നാളെ കാണാം.